നമസ്കാരം. ഈ ചിത്രം പല ഓർമ്മകളിലേക്കും മലയാളികളെ എത്തിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്ററാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്. കേരള പോലീസിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവയവ കൈമാറ്റത്തിനായി നടത്തിയ യാത്രകളിൽ ഒന്നാണിത്. ഒരുപക്ഷെ സമയനിഷ്ഠ ഏറെ വേണ്ട അവയവ കൈമാറ്റം, അതുവഴി രക്ഷപ്പെടുന്ന ജീവനുകളുടെ ഉത്തരവാദിയായി ഈ ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ശരിക്കുള്ള സത്യം. അത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററാണ്. കേരള സർക്കാരിൻ്റെ അല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അല്ല, മുൻ മുഖ്യമന്ത്രിയുടെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി എടുത്ത ഹെലികോപ്റ്റർ എന്നായിരുന്നു മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആ വാർത്തകളും ആ പ്രതിരോധങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും ഇല്ലേ? അതാണ് സംഭവം. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്ററിന് ഇപ്പോഴെന്ത് സംഭവിച്ചു? ആ ഹെലികോപ്റ്റർ പോലെ 3 വ്യാജ വാർത്തകളാണ് നമ്മൾ ഇവിടെ പൊളിഞ്ഞു വീണ 3 വ്യാജ വാർത്തകളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പത്രം വായിക്കുന്നുണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് പറയാതെ പോകാൻ പറ്റുന്നില്ല. എത്ര എന്ന് വെച്ചാണ് മിണ്ടാതിരിക്കുക. ആദ്യം ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പിന്നിൽ കാണുന്ന ഹെലികോപ്റ്റർ അവയവങ്ങൾ ഒരുപാട് കൈമാറി ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മാധ്യമങ്ങളിൽ ആ ഹെലികോപ്റ്ററിനെ വിളിച്ചിരുന്ന പേര് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള ഹെലികോപ്റ്ററാണെന്നാണ്, ആർഭാടമാണ് എന്നാണ്. കേരള പോലീസിൻ്റെയാണ്, മുഖ്യമന്ത്രി സഞ്ചരിച്ചിട്ടുമുണ്ട്. അക്കാലത്തെല്ലാം വന്ന തലക്കെട്ടുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇരുട്ടി നേരം വെളുത്തപ്പോൾ നിറം മാറുന്ന മാധ്യമങ്ങളുടെ നിലപാട് വെളിപ്പെടുത്തി കളഞ്ഞു ഈ പാവം ഹെലികോപ്റ്റർ. ഇന്നലെ വരെ വന്ന വാർത്തകൾ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. തലക്കെട്ട് ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഒരു തലക്കെട്ടെടുക്കാം. പിണറായിയുടെ ചിത്രമൊക്കെ വെച്ച് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 4 കോടി അനുവദിച്ച് ധനവകുപ്പ് എന്നായിരുന്നു തലക്കെട്ട്. ഈ തലക്കെട്ടിൻ്റെയും ഈ വാർത്തയുടെയും തുടർച്ചയായി കേരളം അങ്ങ് ഇളകി മറിഞ്ഞു ദിവസങ്ങളോളം. പിന്നെ ഇടക്കിടക്കേ വരും, എപ്പോൾ വാർത്ത കൊടുക്കുമ്പോഴും പിണറായിയുടെ ചിത്രമൊക്കെ വെച്ച് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ഹെലികോപ്റ്ററിൽ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ മെല്ലെ മുഖ്യമന്ത്രിയുടെ വാർത്തയൊക്കെ മുക്കും. അവയവ കൈമാറി എന്നൊക്കെ പറയും. ഹെലികോപ്റ്ററിൻ്റെ കാര്യം എവിടെയും കാണില്ല. മുങ്ങിപ്പോകാതെ ബാക്കിയുള്ളത് ചില വാർത്തകൾ ചിലയിടങ്ങളിലൊക്കെ നമ്മളൊക്കെ കാണുകയും ചെയ്യും. ഇനി അത് അന്നത്തെ കാലം. ഇനി ഇന്നത്തെ കാലം VD സർക്കാരിൻ്റെ യുഗത്തിലോ മാധ്യമങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ തലക്കെട്ട് നോക്കൂ. പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ നിലനിർത്തണം എന്നാണ്. എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് മാറി. അവിടെ VD സതീശൻ്റെ ചിത്രമില്ല. അത് കൊടുക്കാൻ പറ്റില്ല, കാരണം VD സതീശൻ അതിനെതിരായിരുന്നല്ലോ. മീഡിയ ഇങ്ങനെയാണ്, മീഡിയ വൺ അങ്ങനെയാണ്. ഇനി മനോരമയിൽ രാജീവ് നായരുടെ ബൈലൈനിൽ ഇന്നലെ വന്നൊരു വാർത്ത കൂടി ഞാൻ വായിക്കാം. പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ കരാർ തുടരണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തു. പോലീസിനായി വാടകയ്ക്കെടുത്താണ്, മുൻ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനൊന്നുമല്ല കേട്ടോ. കരാർ ഓഗസ്റ്റിൽ അവസാനിക്കാനിരിക്കുകയാണിത്. സ്വകാര്യ കമ്പനിയായ ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററിൻ്റെ വാടക പ്രതിമാസം 80 ലക്ഷം രൂപയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനത്തിന് ഹെലികോപ്റ്റർ ആവശ്യമാണെന്നായിരുന്നു DGPയുടെ നിലപാട്. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര സാഹചര്യങ്ങളിൽ VIPകളുടെ യാത്ര, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി LDF സർക്കാരിൻ്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു മാസം 25 മണിക്കൂർ പറക്കുന്നതിനുള്ള നിരക്കാണ് 80 ലക്ഷം രൂപ. അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും അധിക തുക നൽകണം. അപ്പോൾ സംഗതി ഓക്കെയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്നത് അവർ മറന്നുപോയതോ ഇനിയും വ്യാജ വാർത്ത കൊടുത്ത് മടുത്തത് കൊണ്ട് കൊടുക്കാത്തതോ എന്തോ നമുക്കറിയില്ല. ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആയിരുന്നത് ഇന്ന് പോലീസിൻ്റെ ഹെലികോപ്റ്ററായി. അതുമാത്രമാണ് നമുക്കറിയാവുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാലും മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി എടുത്തതാണെന്നെങ്കിലും ഇവർക്ക് വാർത്തയിൽ പറഞ്ഞിട്ട് സ്വന്തം വ്യാജ വാർത്തയുടെ ഒരു സത്യസന്ധതയും പുലർത്തിക്കൂടെ? ഇനി അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ ഹെലികോപ്റ്ററിനെ കുറിച്ച് നിയമസഭയിൽ ഈ ഇമാതിരി വാർത്തകളൊക്കെ കേട്ടിട്ട് പ്രകോപിതനായി പറഞ്ഞത് കൂടി കേൾക്കണം. സർ, ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്റർ വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? ആരും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. എന്തിനാണ് ഈ വാടക ഇങ്ങനെ കൊടുക്കുന്നത്? എന്തായാലും ഇപ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ ഓണർ ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആണ്. മൂപ്പര് പറഞ്ഞ വാക്കൊക്കെ വെച്ച് നാണക്കേട് ഒഴിവാക്കാൻ അത് ഉപേക്ഷിക്കാൻ പോലീസിനോട് പറയായിരിക്കും. പക്ഷെ അപ്പോഴും ഇതുവരെ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനത്തിനായി പകരം സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹെലികോപ്റ്റർ ഒരു പാവമാണ്. അതിൻ്റെ ഭാഗമായി ആ ഹെലികോപ്റ്ററിൻ്റെ ഡ്യൂട്ടിയിൽ രക്ഷപ്പെടുന്ന മനുഷ്യരും പാവമാണ്. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഉപേക്ഷിച്ചാലും അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനെ ഉപേക്ഷിക്കുന്നതുവരെ അതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഡ്യൂട്ടി തുടരട്ടെ. ഇതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ വീട് മരണ വീട്ടിലെ മുതലെടുപ്പാണ്. സലിംകുമാറിൻ്റെ മരണാനന്തരമുള്ളത്. അവിടെയും വ്യാജ പ്രചരണമുണ്ട്. അവിടെ എത്തുന്ന നീലക്കുയിലുകാരും മൊബൈൽ ക്യാമറകളും മാത്രമല്ല, ഒപ്പം പ്രവർത്തിച്ച നല്ല ഒന്നാന്തരം സിനിമാ പ്രവർത്തകരും അവരുടെ കാര്യത്തിന് വേണ്ടി ഇമാതിരി വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. മേജർ രവി പറഞ്ഞൊരു വ്യാജം കയ്യോടെ പിടിച്ച് തൂക്കിയിട്ടുണ്ട് അതേ സോഷ്യൽ മീഡിയ. സലിംകുമാറിനെ കാണാനെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ്റെ വരവ് താരതമ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെച്ച് ഒരു അങ്ങ് ഇട്ടുകൊടുത്താണ്.
നീലക്കുയിലുകാർ അതെടുത്ത് ആഘോഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ആര്? നമ്മുടെ സലിംകുമാറിൻ്റെ മകൻ ചന്തു സലിംകുമാർ ഇറക്കി വിടാൻ ശ്രമിച്ച അതേ ബഹളക്കാരുടെ ക്യാമറകൾ, മൊബൈൽ ക്യാമറകൾ ഒപ്പിയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിയിട്ടുണ്ട്. മേജർ രവി BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റോ എന്തൊക്കെയാണ്, BJPയുടെ നേതാവാണല്ലോ. എന്തായാലും മൂപ്പര് പറഞ്ഞത് VD സതീശൻ ഗംഭീര മുഖ്യമന്ത്രിയാണ്, പക്ഷേ പിണറായി കൊള്ളാത്തയാളാണ്. ഇന്നസെന്റ് മരിച്ചപ്പോൾ 58 60 എത്രയോ വണ്ടിയായിട്ടാണ് മൂപ്പര് വന്നത് എന്നാണ് മേജർ രവി പറഞ്ഞത്. കൃത്യമായ കണക്ക് എനിക്ക് ഓർമ്മയില്ല. ഇതാ ഈ ബൈറ്റ് എന്ന് കേട്ടോ. ഇന്നസെന്റ് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ഇടവഴിയിൽ കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലും വേണം. മറ്റുള്ളവരെ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ സെർവന്റാണ്. അതാണ് VD സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്നത്. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടതായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്. ഡാലവേശോട് നീ അടിക്കുന്ന 1 ലിറ്റർ പെട്രോളിനുള്ള 32 രൂപയിൽ എന്താ പോലീസുകാരന്റെ ശമ്പളം കൊടുക്കാൻ മതി. ഇതാണ് നമ്മളെല്ലാം വെറുപ്പിച്ചത്. ഇത് ഇപ്പൊ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നസെന്റ് മരിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയത് എങ്ങനെയെന്ന് നമുക്ക് നേരിട്ട് കണ്ടാലോ. മേജർ രവി പറഞ്ഞ 59 വണ്ടിയുടെ എണ്ണാൻ കുറെ സമയം എടുക്കും, നിങ്ങൾ പെട്ടെന്ന് നോക്കണേ. സമയത്തിനകം മുഖ്യമന്ത്രി എത്തും. മുഖ്യമന്ത്രിയുടെ വാഹനം ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ടൗൺ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടന്നുപോകും. ടൗൺ ഹാളിന് പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ എറണാകുളത്തേക്ക് എത്തുമെന്നായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്താൻ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എറണാകുളത്തെ പരിപാടികൾ ഒഴിവാക്കി അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു പോവുകയാണ് അദ്ദേഹം. ഒരിക്കൽ വിജിത് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഇന്നസെന്റിന്റെ ബന്ധത്തെ പറ്റി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നസെന്റിന്റെ കുടുംബത്തെ, സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. വലിയൊരു ജനാവലി തന്നെ ഇന്നസെന്റിന് അന്ത്യയാത്ര നൽകാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. എന്തൊരു നുണയാണല്ലേ പറഞ്ഞത്. അദ്ദേഹം ഒരു സിനിമാ നടനോ സംവിധായകനോ ഒക്കെ പോട്ടെ, മൂപ്പരൊരു BJP എന്ന് പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ. BJPയിൽ ഇരുന്നു കൊണ്ട് VD സതീശനെ സുഖിപ്പിക്കുന്നത് കൊള്ളാം, പക്ഷെ സുഖിപ്പിക്കുമ്പോൾ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്തിനാണ്? ഇമാതിരി വ്യാജങ്ങളൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ നാട്ടുകാരുടെ കയ്യിൽ ക്ലിപ്പുണ്ടാകും കൗണ്ടർ അടിക്കാൻ എന്ന് മൂപ്പര് കരുതി കാണില്ല. സോഷ്യൽ മീഡിയയിലെ ഇത് മാത്രമല്ലല്ലോ, മറ്റതും ഉണ്ടല്ലോ. മലയാളത്തിലെ ചില മാധ്യമങ്ങളുടെ വ്യാജ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ ഇതാണ് സ്ഥിതി. ഇനി മൂന്നാമത്തേത്, പിണറായി കാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് നിയന്ത്രണം? ID കാർഡൊക്കെ കാണിച്ച് ഐഡന്റിറ്റി തെളിയിച്ചാലേ അകത്ത് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ കാണാൻ പോകുന്ന ആളുടെ പെർമിഷൻ കാണിക്കണം. ഇത് പൗരന്മാർക്കും എല്ലാവർക്കും സെക്രട്ടേറിയറ്റിലുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെ പല നിബന്ധനകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം എല്ലാ ഗേറ്റുകളും തുറന്നിട്ടു, സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ടു എന്നൊക്കെയാണല്ലോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗേറ്റൊക്കെ ഇപ്പോൾ പോയാൽ പൂട്ടിക്കിടക്കുന്ന കാണാം. എന്തായാലും വാർത്താ സമ്മേളനത്തിലടക്കം തെരഞ്ഞെടുക്കപ്പെട്ട നീലക്കുയിലുകാർ വരെ കയറുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് ഓർമ്മിക്കണം. അപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ്, നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നത് അതാണ്. പക്ഷേ യാഥാർത്ഥ്യം അത്ര സന്തോഷകരമല്ല എന്ന് ഒടുവിൽ മനോരമ പത്രത്തിന് തന്നെ പറയേണ്ടി വന്നു. ഗേറ്റ് വീണ്ടും പൂട്ടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്. അത് വല്ലാത്തൊരു വാർത്തയാണ്. അത് ഞാൻ വായിക്കാം. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം എന്നാണ് തലക്കെട്ട്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് ഒരാഴ്ച മുമ്പ് നിയന്ത്രണം തുടങ്ങിയെങ്കിൽ സെക്രട്ടേറിയറ്റിലെ മറ്റു ഓഫീസുകളിലും നിയന്ത്രണം വ്യാപകമാക്കി. എന്താണ് കഥ? ഒരാഴ്ച മുമ്പേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയന്ത്രിക്കപ്പെട്ടു തുടങ്ങി. അവിടെയൊക്കെ വാതിലൊക്കെ പൂട്ടിയെന്നാണ് പറയുന്നത്. നമ്മളറിയില്ല കേട്ടോ, മനോരമയിലെ വാർത്തയാണ്. പോകേണ്ട വകുപ്പിൽ നിന്നുള്ള ശുപാർശയില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരെ അടക്കം കയറ്റി വിടേണ്ടെന്ന് നിർദ്ദേശമുണ്ടെന്ന് കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമങ്ങൾക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ അന്നത്തെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. ഇത്തരം നിയന്ത്രണങ്ങളെ അന്നുണ്ടായിട്ടുള്ളൂ. അതായത് പോകേണ്ട ആളുകൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഒരു ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രമല്ലേ, അവിടെ ഒരു ആൾ ആരാണെന്നൊക്കെ തെളിയിച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാടൊന്നും വേണ്ട, ID കാർഡ് കാണിച്ചാൽ മതി. അതാണ് ഉണ്ടായിരുന്ന നിയന്ത്രണം. അത് എല്ലാം തുറന്നിട്ട് ഇനി ആർക്കും കയറി വരാം. എന്നിട്ട് നീലക്കുയിൽ റീൽസുകൾ ഇങ്ങനെ പരക്കുന്നത് നമ്മൾ കണ്ടു. ആൾക്കാരിങ്ങനെ ബഹളം വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, എന്താ മുഖ്യമന്ത്രി, കാര്യം നടക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി വിട്ട് എന്തിനാണ് പോകുന്നത്? ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം കിട്ടുന്നതിന് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നത്? അത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ തന്നെ നടക്കുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിൽ അതിനുള്ള അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഈ പേപ്പർ വെച്ച് ശുപാർശക്കാരെയും അവർക്ക് പോക്കറ്റ് മണിയും കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരു ഭാഗത്തുണ്ട്. അതൊക്കെ
അതൊക്കെ പോട്ടെ. എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരാഴ്ച മുന്നേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏർപ്പെടുത്തി, 2 ആഴ്ച ആയിട്ട് കേട്ടോ മുഖ്യമന്ത്രി വന്നിട്ട്. ഇപ്പോൾ എല്ലാ മന്ത്രിമാരും ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ തിരക്കാണ്. ഇതേ തുടർന്ന് സന്ദർശക സമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേതുപോലെ വൈകിട്ട് 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് എല്ലാ സമയത്തും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിപ്പോകാം, എപ്പോൾ വേണമെങ്കിലും തുറന്നിട്ടെന്നൊക്കെയാണല്ലോ ഈ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പഴയ സർക്കാരിൻ്റെ കാലത്തേതുപോലെ വൈകിട്ട് 3 മുതൽ 5 വരെ ആക്കിയിട്ട് കുറേ ദിവസമായി. അതായത് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ആളുകൾക്ക് പോകണമെങ്കിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 മുതൽ 5, അത് പിണറായി സർക്കാരിൻ്റെ അല്ല, അത് ജനങ്ങൾക്കുള്ള അവകാശമാണ്. മുഖ്യമന്ത്രിയെ കാണാൻ ഉള്ള സമയം അതൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് 2 മണിക്കൂർ. അതന്നെ ഇപ്പോഴും ഉള്ളൂ. എങ്ങനെ 3 മുതൽ 5 വരെ മാത്രമേ ഉള്ളൂ എന്നാണ്. പാസ് എടുത്തോ അകത്ത് നിന്നുള്ള സെക്യൂരിറ്റി ഗേറ്റിലേക്കുള്ള ഫോൺ വിളി വഴിയോ വേണം ഈ സമയത്ത് അകത്ത് കടക്കേണ്ടത്. പൊതുസന്ദർശകർക്കുള്ള ഈ നിയന്ത്രണം മറയാക്കി മാധ്യമപ്രവർത്തകരെ തടയുകയാണ്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കർശന പരിശോധനകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ചിരിക്കുന്ന അക്രഡിറ്റേഷൻ കാർഡ് സെക്രട്ടേറിയറ്റ് അടക്കം നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലെ പ്രവേശനത്തിന് കൂടിയുള്ളതാണ്. എന്നാൽ അക്രഡിറ്റേഷൻ കാർഡുമായി എത്തുന്ന മാധ്യമപ്രവർത്തകരെയും തടയുന്നുണ്ടത്രേ. ഇത് ഇക്കാലത്തൊന്നും ഇല്ലാത്ത പോലെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരെയും തടയുന്നുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ബജറ്റിന് തിരക്കിലായതിനാൽ സെക്രട്ടേറിയറ്റിലെ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സമയം ലഭിച്ചില്ല എന്നും ഈ മാസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പാവാണ്, മുമ്പ് സമയം കിട്ടാത്തതുകൊണ്ടാണ് എന്നാണ് മനോരമ പറയുന്നത്. എന്തായാലേ ഇവിടെ നമ്മൾ 3 സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പറയാൻ പോയാൽ കുഴങ്ങിപ്പോവും, സമയം തേയില്ല. VD സർക്കാർ കാലത്തെ മാധ്യമപ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ്. അടുത്ത മാധ്യമപ്രവർത്തനവുമായി വേറെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.